Prayer. You are our Good morning. ultimate. Good morning, ma'am. Prayer start ചെയ്തോട്ടെ. ചെയ്തോളൂ. Lord, you are our ultimate source of strength. When we are weak, you are strong. You lift up when we are down. You renew our strength so we soar on wings like eagle. Thank you. Signing. Good morning, dear ma'am, and my dear friends. Welcome to today's class. I am happy to see everyone here. Let's begin this a new day with fresh energy and a positive mind. I warmly welcome our dear Ashwati ma'am and my dear classmates. Let's learn and enjoy the class together. Now I would like to invite Shruti Cheshi to share thoughts today. Thank you, Rachel. Good morning, everyone. Good morning, ma'am. I'm Shruti Suresh, and today's thought. Even you don't appreciate others, you should not criticize them and put them down. Thank you. Thank you, ma'am. Okay. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? Yes, ma'am. Yes, ma'am. Ma'am, കഴിച്ചു. ഞാൻ കഴിച്ചു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് എടുത്തത്? ഓർമ്മയുണ്ടോ? സ്കൂൾ മാനേജ്മെന്റ്. Canvassing and propagandas. അതാണ് ഇനി എടുക്കാനുള്ളത്. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് അല്ലേ? അതാണോ? ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു. അതൊന്നും അല്ല. ടീച്ചർ ഷുഡ് ടേക്ക് തുടങ്ങിയെടുക്കാനുണ്ട്. എവറി ടീച്ചർ ഷുഡ് ടേക്ക് അല്ലേ? പേജ് നമ്പർ 158. യെസ് മാം, അവിടെ തുടങ്ങിയാ എടുക്കേണ്ടത്. ഓക്കെ, ആ പാരഗ്രാഫ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തേ. എവറി ടീച്ചർ ഷുഡ് ടേക്ക്. മൈൻഡിൽ ഒന്നാദ്യം റീഡ് ചെയ്യുക. മാം, ആ ഒരു ചെറിയ പാരഗ്രാഫ് അല്ലേ മാം? വിത്തൗട്ട് പണിഷ്മെന്റ്. അതെ. ഓക്കെ, നമുക്ക് നോക്കാമെന്ന്. എവറി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എവറിവെയർ. Even when she is walking on the footpath, if she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimum enquiries, dispose of them with or without punishment. അതായത് ഒരു ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അതായത് സ്കൂള് അതുപോലെ തന്നെ അതിന്റെ കോമ്പൗണ്ട്, അതായത് ചുറ്റുവട്ടത്തൊക്കെ ഡിസിപ്ലിൻ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
ഒരു ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. സ്കൂൾ കോമ്പൗണ്ട്, സ്കൂളിനോടനുബന്ധിച്ച സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? അച്ചടക്കം പാലിക്കണം. അതുപോലെ തന്നെ ടീച്ചർ ഇപ്പോ സ്കൂളിന് നമുക്കറിയാം, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക്, അതായത് ഗേറ്റിന് പുറത്തേക്ക് ധാരാളം വഴികളുണ്ട്. കുട്ടികള് പോകുന്ന, അതായത് ഗേറ്റിന്റെ പരിസരങ്ങള്, പിന്നെ അതിലൂടെയുള്ള വഴികള്, അതിലൂടെയൊക്കെ ടീച്ചേഴ്സ് നടക്കുന്ന സമയത്ത് ടീച്ചർ കാണുവാണ്. അതായത് ചില കുട്ടികള് വഴക്ക് കൂടുന്നത് കാണുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത് കാണുന്നു. അതായത് കുട്ടികളിൽ തമ്മിൽ പരസ്പരം വഴക്ക്, അതുപോലെ ഭീഷണി, പിന്നെ അതുപോലെ തന്നെ സ്പീക്കിംഗ് റബ്ബിഷ്, മോശം വാക്കുകൾ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് സ്കൂള് വിട്ട് കഴിയുന്ന സമയത്ത്, അതായത് 4 മണി സമയത്ത് സ്കൂൾ ബെല്ലടിക്കുമല്ലോ, ലോങ് ബെല്ലടിക്കുമല്ലോ. അപ്പൊ വിട്ട് കഴിയുന്ന സമയത്ത് ടീച്ചേഴ്സും ചിലപ്പോ കുട്ടികളൊക്കെ ഒരുമിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോ കുട്ടികൾ നടക്കുന്ന വഴിയിൽ തന്നെ ടീച്ചറും നടക്കാം. അപ്പൊ ഈ സമയത്ത് ഈ കുട്ടികൾ തമ്മിൽ, അതായത് ആൺകുട്ടികളൊക്കെ തമ്മിൽ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്, വഴക്ക് കൊടുക്കുന്നത് കാണാറുണ്ട്, മോശം ചില വാക്കുകൾ സംസാരിക്കുന്നത് കാണാറുണ്ടോ നിങ്ങള്? കാണാറുണ്ടോ കുഞ്ഞുങ്ങള്? കുഞ്ഞുങ്ങളെന്ന് പറയാൻ ആ അങ്ങനെ അതെ, അങ്ങനെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അവരെ വിളിച്ചിട്ട് അന്വേഷിക്കണം. എന്തിനാണ് നിങ്ങൾ വഴക്ക് കൂടുന്നത്, എന്തിനാണ് നിങ്ങൾ മോശം വാക്കുകൾ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. മറിച്ച് സ്കൂൾ സമയം കഴിഞ്ഞല്ലോ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, അവിടെ എന്തോ ആയിക്കോട്ടെ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല, കുട്ടികൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം വിചാരിക്കാം അല്ലെ, അതായത് എന്റെ സമയം 4 മണി വരെയാണ്, ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്ക് ഇനി വീട്ടിൽ പോകണം, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ കൺമുമ്പിൽ കുട്ടികൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ വിളിച്ചു വരുത്തിയിട്ട് എൻക്വയറീസ്, അന്വേഷണം, എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത്, അങ്ങനെയുള്ള അന്വേഷണം നടത്തണം. വേണമെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ വെറുതെ വിടാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അപ്പൊ ഇവിടെ പണിഷ്മെന്റ് കൊടുക്കാന്ന് പറയുന്നത് ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു പബ്ലിക് പ്ലേസിൽ അവരെ അധിക്ഷേപിക്കുന്ന തരത്തില് ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റോ അല്ലെങ്കിൽ വാക്കുകളോ പറയാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പബ്ലിക് പ്ലേസിൽ അതെ, അത് അവരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അല്ലെ. അതായത് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികളിൽ ഉണ്ടാകും. കാരണം മറ്റുള്ളവരുടെ, നമുക്ക് വേണമെങ്കിൽ അവരെ വിളിച്ചു വരുത്തി അവരോട് മാത്രമായിട്ട് നമുക്ക് സംസാരിക്കും, പക്ഷെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ പരസ്യമായിട്ട് അപമാനിക്കാനായിട്ട് പാടില്ല. അത് അവരുടെ ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരെ മാറ്റി നിർത്തി വേണം നമ്മൾ എപ്പോഴും സംസാരിക്കാനായിട്ട്. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇനി അടുത്ത പാരാഗ്രാഫ് വായിച്ചോളൂ കേട്ടോ. വെൻ ഷീ സീസ്, അത് തുടങ്ങി വായിച്ചോളൂ. താഴേക്ക് എല്ലാ പാരാഗ്രാഫും ഒന്ന് വായിച്ചോളൂ കേട്ടോ. കാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് വരെയുള്ള പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യും. Ma'am, പറയൂ ശ്രുതി, എന്താണ്? മാം നെക്സ്റ്റ് പാരഗ്രാഫിൽ അത് ക്യൂ അല്ലേ മാം? ക്യൂ അല്ലേ ആ ലാസ്റ്റ്? ഇത് ബുക്കില് ടെക്സ്റ്റിൽ ക്യൂ എന്ന് പറഞ്ഞ കൊടുത്തേക്കുന്നത്, എൻ ഉണ്ട് അവസാനം. അതൊന്ന് തിരുത്താട്ടോ, ക്യൂ എന്നാണ്, ക്യൂ.
വായിച്ചു കഴിയുമ്പോ തമ്പ കേട്ടോ. സജ്ജന ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Yes, ma'am. When she sees a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue. കുട്ടികള് ക്യൂ എന്നാണ്. ക്യൂ എന്നാണ്, ക്യൂ എന്നല്ല. ഓക്കെ. ഈ കുട്ടികൾ കളക്റ്റീവ് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ കുട്ടികൾ ഈ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ഫ്രണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഓഫീസ് റൂമിന്റെ ഒക്കെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ കൂട്ടം പിള്ളേരെ ഇങ്ങനെ ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കിയൊക്കെ നടക്കുകയൊക്കെ നിന്ന് സംസാരിക്കുകയോ അങ്ങനെ ബഹളം ഉണ്ടാക്കണം ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ടീച്ചർ എന്ന നിലയിൽ അത് നല്ല രീതിയിൽ ഡിസിപ്ലിൻ ആക്കി അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ കുട്ടികളെ നോക്കേണ്ടതാണ്. Okay. Even when the prayer is going on, 1 or 2 teachers should take the charge of going around the school to check the persons, enquiring the students hiding in the classes and those who are acting time near the sources and near the latrine and urinals. ഈ പ്രയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികള് ഈ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂറിനൽസിലൊക്കെ എവിടെയെങ്കിലും പിള്ളേര് ഹൈഡ് ചെയ്തിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പോയി ചെക്ക് ചെയ്യണം. ടീച്ചേഴ്സ് അത് പോയി ചെക്ക് ചെയ്യുക. അത് കുട്ടികളുടെ അടുത്ത് ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളോട് ചോദിക്കുക എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുക. എന്തെങ്കിലും വയ്യായിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പിള്ളേരാണെങ്കിലും പ്രയറിനൊന്നും ചിലപ്പോൾ വരാൻ പറ്റാത്ത പിള്ളേരുണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ ക്ലാസ് റൂമിലാണെങ്കിലും യൂണിവേഴ്സിലാണെങ്കിലും പിള്ളേരൊക്കെ ഹൈഡ് ചെയ്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഒരു ടീച്ചർ. പിന്നെ അതുപോലെ ഫങ്ഷൻസോ മീറ്റിംഗ്സോ എന്തെങ്കിലും സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ ചെക്ക് ചെയ്യേണ്ടതാണ്. If students are taking lunch in a common place, few teachers should take the chance to managerial. There they should impose discipline in table manners, cleanliness, silence, etc. ഈ കുട്ടികളൊക്കെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ടേബിൾ മാനേഴ്സും അതുപോലെ ഡിസിപ്ലിൻ ആയിട്ടും കുട്ടികൾ ക്ലീൻ ആയിട്ടൊക്കെ സൈലന്റ് ആയിട്ട് ഇരുന്ന് ഡിസിപ്ലിനോട് കൂടിയിട്ട് കുട്ടികൾ ലഞ്ച് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ടീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. Few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer and few teachers in the stoppage of the day at least from 15 minutes the long bell and half an hour after long bell to check the discipline. കുറച്ച് ടീച്ചേഴ്സ് ഗേറ്റ് വാച്ചിങ്ങിനായിട്ട് ചാർജ് ചെയ്ത് നിൽക്കും. അത് രാവിലെ 1 hour ബിഫോർ പ്രയറിന് 1 hour മുൻപും അതുപോലെ സ്കൂള് വിടുന്നതിന് ഒരു 15 മിനിറ്റ് മുൻപും ലോങ് ബെല്ലിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ വരെ ഡിസിപ്ലിൻ ചെക്ക് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഒന്ന് നിൽക്കുക. When she sees a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue. അതായത് നമുക്കറിയാം ഈ സ്കൂളിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സ്കൂൾ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് ടാപ്പ് കാണാനായിട്ട് സാധിക്കും. വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളില്ലേ കുട്ടികൾക്ക്, കണ്ടിട്ടില്ലേ നിങ്ങള്? ഈ വെള്ളം കുടിക്കുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങള് ഇന്റർവെല്ലിൽ സമയത്ത് ഓടിപ്പാഞ്ഞു വരാറുണ്ട് അല്ലേ? വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോ ചില കുട്ടികൾ കുപ്പിയിൽ വെള്ളം നിറക്കുന്നതിനായിട്ട് വരും, ചിലപ്പോ ഗ്ലാസ്സിൽ എടുത്ത് കുടിക്കുന്നതിനായിട്ട് വരും. അപ്പൊ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ തിരക്ക് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? അതായത് ടീച്ചർ സൂപ്പർവിഷൻ കൊടുത്ത് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു ക്യൂ ആയിട്ട്, അതായത് വരിവരിയായിട്ട് ക്ലാസ്സുകളിലേക്ക് പോകുന്നതിനും അവിടെ വെച്ച് ശബ്ദം ഉണ്ടാകാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ആ ഒരു ലൈനിൽ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പാരഗ്രാഫ്. Even when the prayer is going on, 1 or 2 teachers should take the charge of going around the school to check the persons, enquiring the students hiding in the class and those who are acting tired near the sources and near the latrine and urinals. This practice they should do even while the function and meetings are going on. അതായത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ പ്രയർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് സ്കൂളുകളിൽ അസംബ്ലി കൂടുന്ന സമയത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല, പങ്കെടുക്കാറില്ല. ചില കുട്ടികൾ പറയും എനിക്ക് തലവേദനയാണ്, തല കറങ്ങുന്നു, വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? മടി പിടിച്ചിരിക്കാറുണ്ട്.
ചില കുഞ്ഞുങ്ങൾ ഒളിച്ചിരിക്കും. അതായത് ടീച്ചറും ഹെഡ് മാസ്റ്ററൊക്കെ കാണാതെ ഹൈഡ് ചെയ്ത് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ അസംബ്ലിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അസംബ്ലി നടക്കുന്നതിനോട് മുന്നായിട്ട് ക്ലാസ് റൂമുകളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തില് ടീച്ചേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇടണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളും, അതായത് പ്രയർ നടക്കുന്ന സമയത്ത് ബാത്റൂമുകൾ, അതായത് ലാട്രിൻ ആൻഡ് യൂറിനൽസ്, ഇവിടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾ പോയി ഒളിച്ചിരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത്, ഫങ്ഷൻസ് നടക്കുന്ന സമയത്തൊന്നും സ്റ്റേജിലൊന്നും എന്ത് ചെയ്യാറില്ല, കുഞ്ഞുങ്ങൾ ഇരിക്കാറില്ല. പകരം ക്ലാസ് റൂമിൽ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുകയോ മറ്റു പല കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് മസ്റ്റ് ആയിട്ടും ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ അസംബ്ലി കൂടുന്ന സമയത്തൊക്കെ മടി പിടിക്കാറുണ്ടോ അസംബ്ലിയിൽ പോയി നിൽക്കാൻ? ഉണ്ടല്ലേ? എന്താ ചെയ്തിട്ടുണ്ടോ? ഇവിടെയും അത് തന്നെയാ പറയുന്നേ. അതായത് കുട്ടികള് ശരിക്കും പറഞ്ഞാൽ വെയിലത്ത് നിൽക്കണം, പിന്നെ എക്സസൈസ് ഒക്കെ ചിലത് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് എന്ത് ചെയ്യാറ്, കുഞ്ഞുങ്ങള് അസംബ്ലിയിൽ പോവാത്തത്. അപ്പോ എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയും, തലവേദനയാണ്, വയറുവേദനയാണ്, അല്ലെങ്കിൽ വയ്യ, അല്ലെങ്കിൽ ഇന്ന് അമ്മ നിൽക്കണ്ടെന്ന് പറഞ്ഞു, തല കുളിച്ചിട്ടുണ്ട്, അപ്പൊ വെയിൽ കൊണ്ടാ പിന്നെ ജലദോഷം വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഒഴിയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡ്യൂട്ടിക്ക് ഇടുന്നത് കേട്ടോ. ഓക്കെ. Then if students are taking lunch in a common place, a few teachers should take the chance of managerial. There they should impose discipline in table manners, cleanliness, silence, etc. അതായത് പിന്നെ അതുപോലെ തന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ലഞ്ച് കഴിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് സൂപ്പർവിഷൻ ചെയ്യാറുണ്ട്. അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ലഞ്ച് കഴിക്കുമ്പോൾ ടീച്ചേഴ്സ് കൂടെ തന്നെ വേണം. നമുക്കറിയാലോ, LKG UKG ആ സെഷനിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, അവരുടെ കൂടെ തന്നെ നിന്നിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടി വലിയ ക്ലാസ് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യും. അതിനുശേഷം കുട്ടികളോട് ടീച്ചർ തന്നെ പറയും, ടേബിൾ മാനേഴ്സ് പാലിക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട്, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വേസ്റ്റുകളൊന്നും അവിടെ ഇടാതെ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്ത് അത് മാറ്റണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റൊക്കെ ആര് കൊടുക്കാറുണ്ട്, ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ, അതായത് സൈലന്റ് ആയിട്ടിരിക്കുക, സംസാരിക്കാതെ ഭക്ഷണം മാത്രം കഴിക്കുക, ഒരു ഇത് മാത്രം ചെയ്യാന്നുള്ളതും ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. The last paragraph, few teachers should take the charge of gate watching in the morning daily at first from 1 hour before the prayer, and few teachers in the stoppage of the day at least from 15 minutes the long bell and half an hour after the long bell to check the discipline. അതായത് നമുക്കറിയാം, സ്കൂളിന്റെ ഗേറ്റ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ചില ടീച്ചേഴ്സ് നിൽക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഗേറ്റിന്റെ അവിടെ വടിയും പിടിച്ച് നിൽക്കാറുണ്ട് അല്ലെ? എന്തിനാണ്? അതായത് കുട്ടികൾ പ്രോപ്പറായിട്ട്, അതായത് കുട്ടികൾ വരുമ്പോൾ അവർ അകത്തേക്ക് കടക്കുന്നുണ്ടോ, ഇനി അകത്തേക്ക് കടന്ന കുട്ടികൾ എത്ര പേരാണ് പുറത്തേക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രേയറിന് 1 മണിക്കൂർ മുമ്പ് വന്ന് നിൽക്കും എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ, അതായത് കുട്ടികൾ വരുന്നത് പോകുന്നതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടീച്ചറിനെ ഗേറ്റ് ഡ്യൂട്ടി തിരിച്ചിരിക്കുന്നത്. പിന്നെ ലോങ് ബെല്ലിനും അതുപോലെ തന്നെ ലോങ് ബെല്ലിന് 15 മിനിറ്റ്സ് മുമ്പും അതുപോലെ തന്നെ ഹാഫ് ആൻ അവറിന് ശേഷവും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുട്ടികൾ, നമുക്കറിയാം ലോങ് ബെല്ല് അടിച്ചു കഴിഞ്ഞാല് കുട്ടികൾ എന്ത് ചെയ്യില്ല, സ്കൂളിലേക്ക് കയറ്റില്ല. അങ്ങനെയാണോ? ലോങ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ കയറ്റാറുണ്ടോ കുഞ്ഞുങ്ങളെ? പാരന്റ്സ് കൂടിയിട്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, കയറ്റാറുണ്ട് അല്ലെ? മിക്കവാറും മെജോറിറ്റി കേസും ലോങ് ബെൽ അടിച്ചു കഴിഞ്ഞാലും സ്കൂളിലേക്ക് കയറ്റും. എന്നിരുന്നാലും അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ലോങ് ബെല്ലിന് മുമ്പ് കൃത്യമായിട്ട് സ്കൂളിൽ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ടീച്ചേഴ്സ് റീസൺ ചോദിക്കും, എന്താണ് ലേറ്റ് ആയി വന്നത് എന്നുള്ള റീസൺ ചോദിക്കും. കറക്റ്റ് ആയിട്ട് റീസൺ ചോദിക്കും, എന്തുകൊണ്ടാണ് ലേറ്റ് ആയി വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ സ്കൂൾ ഇപ്പൊ 10 മണിക്കാണ് ലോങ് ബെൽ അടിക്കുന്നതെങ്കിൽ അതിനൊരു 15 മിനിറ്റ് മുമ്പെങ്കിലും എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങള് അകത്ത് കയറിയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ ആണോ?
The next one നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. Canvassing and propagandas. വായിച്ചു കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ശ്രുതി? മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. മാം എന്നോട് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ വായിച്ചിട്ട് എനിക്ക് എന്ത് മനസ്സിലാവുന്നു അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ക്ലാസ്സിൽ. അപ്പോ ലാസ്റ്റ് ഒരു 1 വീക്ക് ബിഫോർ ഇതുപോലെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു മൊഡ്യൂൾ 3 അപ്പൊ ഞാൻ ഇതുപോലെ വായിച്ചു, ആ സ്പോട്ടിൽ വായിച്ചു, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള അസീന എന്നെ വിളിച്ച് പറഞ്ഞു, ശ്രുതി വായിച്ചതെല്ലാം ഓപ്പോസിറ്റ്, പറഞ്ഞതെല്ലാം ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്, അത് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിൽ അങ്ങനത്തെ ചർച്ചകളൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല ഞങ്ങള് തമ്മില്. അസീനേനെ കുറെ പേര് വിളിച്ചു പറഞ്ഞു ശ്രുതി പറയുന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആണ്. ചർച്ച ചെയ്തൊന്നും പറഞ്ഞില്ല, അത് വെറുതെ പറയുന്നതാ. ഇല്ല, സീരിയസ്ലി മാം, എനിക്ക് റെക്കോർഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. ചർച്ചയായെന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു മാം.
ഇത് ഞങ്ങൾ തമ്മിൽ ചർച്ചയായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴാണ് ആലോചിക്കണേ, ഞാൻ ഇതൊരു ഗൂഗിൾ നോക്കിയോ ആ ഒരു അച്ചടി ഭാഷ എനിക്ക് പറയാൻ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മലയാളം അറിയില്ല മാം. മാമിനോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് വായിച്ചിട്ട് എനിക്ക് എന്ത് മനസ്സിലായോ അത് ഞാൻ പറയും. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാം എന്നോട് പറയാം. ഞാൻ ആ ഒരു എനിക്ക് ഇങ്ങനെ വായിച്ചാലാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുത്ത് ഞാൻ ഇങ്ങനെ വായിക്കുന്നത് തന്നെ. അപ്പോ ഞാനിങ്ങനെ പറയുമ്പോ അതെനിക്ക് എന്നെ ഡൗൺ ആക്കിയ പോലെ ഉണ്ടായിരുന്നു മാം. അവര് തമ്മിൽ ചർച്ച ചെയ്യുന്നു പറഞ്ഞു, ഈ വാക്ക് പറഞ്ഞു, എന്നെ ഒരുപാട് അത് ഹേർട്ട് ചെയ്തു. സീരിയസ്ലി മാം. അപ്പൊ അത് മാം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മാം. അതെന്നാന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ഒരു തോട്ട് ഇട്ടു. അപ്പൊ ആ തോട്ടിന്റെ മീനിങ് മനസ്സിലാവാതെ അത് ശ്രുതിനെ പറഞ്ഞതാന്ന് വിചാരിച്ച് ശ്രുതി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനത് വിളിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ്. അപ്പൊ ശ്രുതി കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞപ്പോ അത് എന്നാ ഇത് വിശദീകരിച്ചപ്പോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് ഇതായിട്ട് വന്നു. അപ്പൊ ശ്രുതിക്ക് അതിന്റെ മീനിങ് മനസ്സിലാവാത്തോണ്ടായിരിക്കും തോട്ട് ഇട്ടത് മനസ്സിലാവാത്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ്സിൽ ഇത് പറഞ്ഞേനെ. അത് പിന്നെ ശ്രുതി പറഞ്ഞു മാം. മാം മാം ഇത് അങ്ങനെയല്ല അത് വിഷയമേ മലയാളം അല്ല. ആക്ച്വലി ഞാനൊരു കോട്ട് ഇട്ടു. അപ്പൊ അത് അസീന അതിന് റിപ്ലൈ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു കോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അസീനക്ക് ഓക്കെ ആണെങ്കിൽ അത് നല്ല രീതിയിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യൂ, അത്രേ ഉള്ളൂ എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു. അപ്പോ ആള് അതിന് ഗൂഗിളിൽ ചെന്നിട്ട് ഒരുപാട് എക്സ്പ്ലനേഷൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം ഒരുപാട് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരു 3 മാം മണിയായപ്പോ വിളിച്ചേക്കുന്നത്. ഞാനിപ്പോ ഈ ഇട്ടിരിക്കുന്ന തോട്ട് തന്നെയാ മാം ഇട്ടത്. ഞാൻ ഇതില് DP-യിൽ ഇട്ടിട്ടില്ലേ ആ തോട്ടാണ് ഇട്ടത്. മലയാളം അറിയാത്ത ആൾക്കാർ, ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെന്നൊക്കെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരുമാതിരി പറയുന്നതാണ് മാം. പിന്നെ ശ്രുതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഞങ്ങളെ മീഡിയേറ്റർ എന്ന് വരെ വിളിച്ചു. അതെ മാം. നിങ്ങൾ മീഡിയേറ്റർമാരാണ് അങ്ങനെയൊക്കെ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു അവിടെ. യെസ് മാം. നമ്മളും കണ്ടിരുന്നു മെസ്സേജ്. ശ്രുതിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടാവും. നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു നല്ലൊരു സങ്കടമുണ്ട്. കാരണം മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു വേദനിപ്പിക്കുമ്പോഴത്തെ മെസ്സേജാണ് അയച്ചത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ മാം അറിയാം ഞാനൊരു മാം. തോട്ട് ശ്രുതി ഇട്ടിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അത് തോട്ടിന്റെ രീതിയിൽ എടുത്ത ഒരു കുഴപ്പമില്ല മാം. അത് അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഹർഷ് ചെയ്യുന്ന രീതിയിലാണ് എന്നിട്ട് പറഞ്ഞു. അസീന പ്രത്യേകിച്ച് പേരായിട്ട് പറഞ്ഞു, അസീന ഇത് തോട്ടായിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞു. ഞാനൊരു തോട്ടാണ് ഇതുപോലെ ഈ ഇട്ടിരിക്കുന്ന തോട്ടാണ് ഇട്ടിരുന്നത്. പക്ഷെ അത് എന്നെ പേര് ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറയുകയാണ് ചെയ്തത് അന്നേരം. അപ്പൊ അത് ഇനിയിപ്പോ ഗ്രൂപ്പിലായിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പേഴ്സണലായിട്ട് ചെന്ന് ഞാൻ അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് പിന്നെ ഞാൻ ഇട്ടത് ഇങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് ചെന്ന് പറഞ്ഞു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ ഉൾക്കൊണ്ടില്ല. നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു എന്തിനാണ് ഒരാൾ ഇങ്ങനെ മലയാളം അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞപ്പം ആള് പറയുക പറഞ്ഞേ പറ്റൂ, അങ്ങനെ പറയത്തുള്ളൂ, മലയാളം അറിയാത്തവർക്കാണ് മീഡിയേറ്ററൊക്കെ ആവശ്യം എന്നൊരു രീതിക്ക് ഒക്കെ പറയുവാണ് അവിടെ. അങ്ങനെ പറഞ്ഞില്ല മാം. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ആ മെസ്സേജ് ഒക്കെ മാമിന് ഞങ്ങൾ ഫോർവേഡ് ചെയ്തുതരാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മാം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇട്ടിട്ട് അതിന് മറുപടി ശ്രുതി പറയാത്തത് കൊണ്ട് ഞാൻ ശ്രുതിനെ പേഴ്സണലായിട്ട് കാര്യം പറഞ്ഞു. പിന്നെ അതിന് മൊത്തം സംസാരിച്ചത് റേച്ചില് സിൻസിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതി വന്ന് പറയേണ്ടോടത്തിൽ അവര് പറഞ്ഞോണ്ട് പറഞ്ഞു നിങ്ങൾ മീഡിയേറ്റർ ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ശ്രുതിയാണ് അല്ല മാം, ഞങ്ങള് പറയുന്നത്. ഗ്രൂപ്പിൽ ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കല്ല, അത് വിട്ടുകളാ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നമുക്ക്, അപ്പം ഈ ടോപ്പിക് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞപ്പം ഇത് വിടാൻ പറ്റത്തില്ല, എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടേ ഞാൻ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു മാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അത് വിട്ടുകളാ, അത് കഴിഞ്ഞ കാര്യമല്ലെന്ന് പറഞ്ഞപ്പം അസിനത്തെ പറഞ്ഞതാണ് അത് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല, എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണം, ഞാൻ അതുവരെ അയച്ചുകൊണ്ടിരിക്കുമെന്ന്. മാം തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റണ്ടേ. അതുകൊണ്ട് ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞിട്ട് ഇത്രയായിട്ടും അത് മനസ്സിലാക്കുന്നില്ല. പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും എന്റെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയപ്പം ഞാൻ പറഞ്ഞു വേണ്ട, തുടക്കത്തിലേ പറഞ്ഞതാണ് വേണ്ട, ഇങ്ങനെ ഒരു സംഭാഷണം വേണ്ട, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, വിട്ടുകളാ, ഇനി കുറച്ച് ദിവസത്തേക്കല്ലേ നമ്മുടെ കോഴ്സ് ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന പോലുമില്ല, അപ്പം അതുവരെ ഇപ്പം നമ്മൾ സന്തോഷമായിട്ട് പോവാമെന്ന് പറഞ്ഞ രീതിക്ക് ഞാൻ പറഞ്ഞപ്പം ആള് കുറേ മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഗ്രൂപ്പിൽ വന്ന് മെസ്സേജ് അയക്കുമ്പം മനസ്സിലാവുന്ന രീതിക്ക് ഇങ്ങനെ അയക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോഴും ഞാൻ പറഞ്ഞ് ഇല്ല വേണ്ട അത് വിട്ടുകളാ എന്നൊരു രീതിക്ക് പറഞ്ഞപ്പം ഇല്ല എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടേ ഞാൻ ഇതാക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ വരെ മീഡിയേറ്റർ എന്ന് വരെ വിളിച്ച്.
മാം തോട്ടിട്ട തോട്ടിന്റെ രീതിയിൽ എടുക്കാത്തവർ എന്താ മാം പറയാ? അതിനെ കുറിച്ച് മാം ഇരുന്ന് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അസീനയല്ലേ തന്നെയാണ് നിങ്ങൾ ഞങ്ങളും പറഞ്ഞത്, തോട്ടിട്ടപ്പോ തോട്ടിട്ടിട്ട് ഏറ്റുപിടിച്ചത് തോട്ടായി കണ്ടാ അസീനയല്ലേ? എന്നിട്ട് പോരേന്ന് അസീന വെച്ചേന്. തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ആണ് സംസാരിക്കുന്നത് എന്താ? അസീനല്ലേ ഏറ്റുപിടിച്ചത്? ഞാൻ ഡെയിലി ഓപ്പോസിറ്റ് ഒരു അല്ലല്ലോ, തോട്ട് ഞാനൊരു ഇടാറുണ്ട്. തോട്ടം ഈ ഇട്ടിരിക്കുന്ന തോട്ടാണ്, ഈ ഇതില് ഈ DP കാണുന്ന തോട്ടാണ്. അതിൽ എന്താണ് അത് ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുന്നത്? ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാം അപ്പൊ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെയാണ്. ഇത് അസിനത്തെ പറഞ്ഞ് അവിടെ കുറച്ച് പേര് ചർച്ചാ ഇത് വിഷയമായി. ഇത് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റെക്കോർഡ് കാണുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. ഇന്നാളി ക്ലാസ്സിൽ തന്നെ പറയണം വിചാരിച്ചതാ ശ്രുതിയോട്. അങ്ങനെ എല്ലാം പറഞ്ഞു. ക്ലാസ്സിൽ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൾട്ട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ച് പറയുന്നത്. മാം എനിക്ക് മാം ആയാലും എല്ലാവരും എന്നോട് എല്ലാവരോടും പറഞ്ഞേക്കുന്നത് തെറ്റായാലും ശരിയായാലും നിങ്ങൾ മുന്നോട്ട് വന്ന് വായിക്കാം. അത് തെറ്റിയാലും കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് എന്നോട് വായിക്കാൻ പറയുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാവണം അതാണ് ഞാൻ ഇവിടെ പറയുന്നത് മാം. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ മാം തിരുത്തി തരും എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഞാനൊരു കോട്ട് ഇട്ടത് ഏറ്റുപിടിച്ച് വരികയും ചെയ്ത്, എന്നിട്ട് അതിന് മൊത്തം ഗൂഗിളിൽ നിന്ന് എക്സ്പ്ലനേഷൻ, എനിക്ക് ഒന്നാമത്തെ മലയാളം അറിയില്ല, ഫുൾ മലയാളം, എന്നിട്ട് പറയാം മലയാളം അറിയാത്തവർക്ക് മീഡിയേറ്റർ ആവശ്യമുണ്ട്. ആ മീഡിയേറ്റേഴ്സ് ആണ് സിൻസിയും റേച്ചലും. അങ്ങനെ ഒരുപാട് മാം ഒരാളെ എൻകറേജ് ചെയ്തില്ലെങ്കിലും അവരെ ഡൗൺ ആക്കി കളയരുത് മാം. എനിക്ക് സത്യം പറഞ്ഞ ക്ലാസ്സിലൊന്നും കേറാൻ തോന്നിയില്ല മാം. ഞാനത് നേരെ വിളിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞതാ. അപ്പൊ ശ്രുതി തന്നെയാണ് പറഞ്ഞ അതിന്റെ എക്സ്പ്ലനേഷൻ ഗ്രൂപ്പിൽ കൊടുത്തേക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇട്ടതാ, ഇല്ലെങ്കിൽ ഞാനത് പറയാൻ പോവില്ലായിരുന്നു. മലയാളം അസീന അറിയില്ലെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് നമ്മൾ പറയേണ്ട കാര്യമില്ലോ എന്ന് വിചാരിച്ച് അത് ഗ്രൂപ്പിൽ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ശ്രുതി തന്നെ പറഞ്ഞു എനിക്ക് ഇതാവണമെങ്കിൽ അത് ഗ്രൂപ്പിൽ തന്നെ ഇട്ടേരേന്ന് പറഞ്ഞു. എനിക്ക് തോന്നുവാണെങ്കിൽ ഞാനത് ഓക്കെ എന്ന് പറയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇട്ടതാ മാം. മാം അസീന എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടു. ഞാൻ ഇതുപോലെ വിളിച്ച് ക്ലാരിറ്റി തന്നു. സോ അതുകൊണ്ട് ഗ്രൂപ്പിൽ ചെന്നിട്ട് പറയണം. അസീന പറഞ്ഞത് ഞാൻ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് എന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് ഞാൻ അവിടെ ഗ്രൂപ്പിൽ പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറയേണ്ട കാര്യമില്ല. അസീനക്ക് തരുന്ന എക്സ്പ്ലനേഷൻ എനിക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ ഓക്കെ അക്സെപ്റ്റ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ മൊഡ്യൂൾ 3യുടെ സംഭവം എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ എന്നോട്? മൊഡ്യൂൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെയാണ് പറഞ്ഞത് ശ്രുതി. യെസ് മാം. മോഡ്യൂൾ 3 കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു മാം, കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ് അവസാനം തീരാറായപ്പോ മാം എന്നോട് പറഞ്ഞ് ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ശ്രുതി എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആ സ്പോട്ടിൽ വായിച്ചിട്ട് എനിക്ക് എന്ത് മനസ്സിലായോ അത് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം മാം, ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മിസ്റ്റേക്സ് വരാം. ഞാൻ ഇല്ലാന്ന് പറയില്ല, മേ ബി എന്റെ ഭാഗത്ത് നിന്ന് വരാം. മലയാളം അറിയില്ല, എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയത് തെറ്റിച്ചിട്ട് ഞാൻ പറയാം. പക്ഷെ അന്ന് തന്നെ അത് ഗ്രൂപ്പിൽ വന്ന് അസീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും മാം. ഇല്ലെങ്കിൽ അന്ന് തന്നെ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെ ശരിയാണ് അസീന, ഞാൻ പെട്ടെന്ന് എന്നോട് വായിക്കാൻ പറഞ്ഞല്ലേ, അപ്പൊ ചില മിസ്റ്റേക്സ് ഉണ്ടാവും, ഞാൻ അക്സെപ്റ്റ് ചെയ്തേനെ. ഇത് അന്നൊന്നും പറഞ്ഞില്ല മാം. 1 വീക്ക് കഴിഞ്ഞ് ഈ കോട്ട് ഇട്ടതിന് ശേഷം അത് പറഞ്ഞ കാര്യത്തിലൂടെ ഇത് കൊണ്ടൊന്ന് പറയാം. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ഇൻസൾട്ട് ആയേനെ. അതാണ് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച എന്ന് പറഞ്ഞ മാം, അതാണ് എനിക്ക് ചർച്ച ചെയ്തൊന്നും മനസ്സിലാവാത്തത്. പറഞ്ഞില്ല മാം. അത് സീരിയസ്ലി വെറുതെ പറയുന്ന ചർച്ച. നോ നോ മാം നോ, ഞാനത് സമ്മതിച്ചു മാം തരില്ല. കാരണം ചർച്ച മാം ചെയ്തു എന്ന് പറയേണ്ട സീരിയസ്ലി കാര്യമില്ല. മാം, ഞാൻ ഇതെനിക്ക് തോട്ടിട്ടതിന്റെ ആളെന്നെ കാര്യമാണ്. ഗ്രൂപ്പിൽ തോട്ടിട്ടു, അത് മനസ്സിലാവാത്തോണ്ട് നിങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. തോട്ട് അതിന്റെ മീനിങ് വേറെ രീതിയിലാണെന്ന് നിങ്ങൾ ചർച്ച ഇല്ല. ചെയ്തപ്പോ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അസീന എന്നെ വിളിച്ചതിന് ശേഷമാണ് ഈ ഗ്രൂപ്പിലെ ആർഗ്യുമെന്റ്സ് ഒക്കെ പോയത്. അസീന ഇത് മാറ്റി പറയാ. അസീന പറഞ്ഞത് എന്നെ ഒരുപാട് പേര് വിളിച്ചു, ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു പോയിന്റ് അവിടെ നോ വെച്ചു നോ മാം. നോ നോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത അപ്പൊ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ വെറുതെ എനിക്ക് എന്തിനാ ശ്രുതി മനസ്സിലാവും. പറയണ അങ്ങനെ? അസീന വോയിസ് ആയിട്ട് ഇട്ടാ, ചിലപ്പോ മെസ്സേജ് ആയിട്ട് ഇട്ടാ ഞാൻ ഇത് എല്ലാവർക്കും കൊടുക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ വിളിച്ചത്, വാട്സപ്പ് കോളാ ചെയ്തത്. അപ്പൊ ഇതാണ് അതിന്റെ പിന്നിൽ നിന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ ഒരു വേർഡ് അസീന പറഞ്ഞു മാം, അതാണ് എന്നെ ഒരുപാട് ഹേർട്ട് ആക്കിയത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിലിടാം. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, MT13 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈൻ ഇൻ പറയാനോ സൈൻ ഔട്ട് പറയാനോ ഇപ്പൊ ആരും ഗ്രൂപ്പിൽ വരാറില്ല. അസീന ആയാലും ഒരു ദിവസം പോലും പ്രെയർ സൈൻ ഇൻ ഞാൻ പറയാന്ന് പറയില്ല. പക്ഷെ ഇവിടെ ക്ലാസ്സിൽ വന്നിട്ട് ഒരാളെയും പറയാൻ സമ്മതിക്കാറില്ല. സൈൻ ഇൻ സൈൻ ഔട്ട് പ്രെയർ ഒരു ദിവസം എല്ലാം അസീനക്ക് പറയണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് അസീന പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പില്. അത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് അറിയില്ല മാം. അതിപ്പോ ഒരാളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അസീന ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൗൺ ആവാൻ പോകുന്നില്ല. ഞാൻ എന്തായാലും ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. മലയാളം അറിഞ്ഞില്ലെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് ഞാനത് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മാം. പക്ഷെ എന്നെ ഒത്തിരി ഡൗൺ ആക്കരുതെന്ന് ഒന്നും പറയണം മാം അസീനോട്. അസീനയുടെ ഓരോ മലയാളം വേർഡ്സുകളും ഒരു കുത്തി പറയുന്ന പോലെയാണ് മാം. അത്
Okay. എനിക്ക് അവരൊക്കെ പറയാനുള്ളത്. അറിയാതെ കൈ കൊണ്ട് ഓണായി പോയത്. അറിയാതെ കൈ കൊണ്ട് ഓണായി പോയത്. പക്ഷെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതിപ്പോ ഇങ്ങനെ ക്ലാസ് എന്തായാലും കഴിയാറായി. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ആർക്കാണെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും. ഇപ്പൊ ഇവര് തമ്മിൽ എന്താ പേഴ്സണലി സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിപ്പോ ശ്രുതി പറയണതും ഹസീന പറയണതും മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അതിലിപ്പോ എന്താണ് സത്യം ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. കാരണം അവര് പറഞ്ഞേക്കണം അവർക്കല്ലേ അറിയുള്ളൂ. ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഒരു കോട്ട് ഇട്ടതിന് പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിഷയങ്ങളായിരുന്നു. സത്യം പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കണ്ടില്ല. പിന്നീടാണ് ഞാൻ ഈ മെസ്സേജുകളൊക്കെ കാണുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴല്ല വിഷയം, നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പൊ അസീനയാണെങ്കിലും ഇപ്പൊ അവരും ഒന്ന് മെസ്സേജ് അയക്കണം, ഇവരും അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് അവരങ്ങോട്ട് പോകും. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞ മെസ്സേജുകൾ മാത്രമേ അവിടെ കിടക്കണുണ്ടാവുള്ളൂ. അത് നേരത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നീട് വന്ന് വായിക്കുന്നവർക്ക് അസീന അയച്ച മെസ്സേജ് ഒന്നുമില്ല, ബാക്കി ശ്രുതി റേച്ചൽ അങ്ങനെയുള്ളവർ അയച്ച മെസ്സേജുകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ വന്ന് കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല, ഇവിടെ വിഷയം ഉണ്ടാക്കുന്ന ആരാന്നും മനസ്സിലാവില്ല. ഇവിടെ പക്ഷെ ഒരു കാര്യം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മെസ്സേജ് അവിടെ തന്നെ ഇടാനുള്ളൊരു ഇത് കുറ്റമായിട്ട് പറയണല്ല. അപ്പൊ മറ്റുള്ളവർക്ക് വായിക്കണമെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവും. ഇത് വന്നയക്കുന്ന മെസ്സേജ് അങ്ങനെ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും നോക്കുന്നവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇവര് തമ്മിൽ എന്താ പേഴ്സണലി സംസാരിച്ചേക്കണെന്നും എനിക്കറിയില്ല. അത് എന്താ വിഷയമെന്ന് ക്ലാസ്സിലെ വിഷയം അതെനിക്കറിയില്ല, എന്താ അവർ സംസാരിച്ചേക്കണെന്ന് അറിയില്ല സംഭവം എന്താണെന്ന് സത്യം പറഞ്ഞാൽ. അത് ഇപ്പൊ എന്തായാലും വിഷയമാണെങ്കിലും മിസ് ആണെങ്കിലും ഇടപെട്ടൊന്ന് തീർത്തു തരണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് വഴക്കിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. കുറച്ചാളും കൂടെ അല്ലേ ക്ലാസ് ഉള്ളൂ. കുറച്ച് നാളും കൂടെ ഉള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല മാം, ഞാൻ വളരെ നോർമലാണ്. എനിക്ക് യാതൊരു ഇതില്ല. ഞാൻ അങ്ങനെ ഒരാളെ ഹറാസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ഇടാതെ അത് പേഴ്സണലായിട്ട് ചെന്ന് ശ്രുതിയോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഇതായിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച്, പബ്ലിക്കിന് മുമ്പിൽ ശ്രുതിനെ വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞു കൊടുത്ത സംഭവം ഇതാക്കിയതാണ്. പിന്നെ അത് വലിച്ചു കൊണ്ടുവന്നിരേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചു. അതായത് ഞാനിവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേറെ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം പലതാണ്. ഒരു ഉദ്ദേശം മാത്രമല്ല ഇതിനകത്തുള്ളത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒന്ന്, നിങ്ങൾക്ക് റീഡിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ലാംഗ്വേജും പിന്നെ അതിന്റെ മീനിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേജിൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഒരു പൊതുവേദിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇത് റീഡ് ചെയ്യിപ്പിക്കുന്നത്. എന്റെ ഉദ്ദേശം അതാണ് കേട്ടോ, വേറെ ഒരു ഉദ്ദേശം എനിക്കില്ല. കാരണം എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ വായിച്ചു എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ എന്റെ മീനിങ് പോലും എനിക്ക് അറിയില്ലായിരുന്നു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഞാനൊരു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. ആ ട്യൂഷന് പോയിരുന്ന സമയത്ത് ആ ടീച്ചറാണ് എന്നെ ഇങ്ങനെ വായിപ്പിച്ച് പിന്നെ അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ എനിക്ക് പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ഫോളോ ചെയ്തത്. നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല, എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രം വായിക്കില്ല, നിങ്ങൾ കൂടി വായിച്ചാൽ മാത്രമാണ് നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോവാണ്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, തെറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ തെറ്റ് പറഞ്ഞോട്ടെ, യാതൊരു പ്രോബ്ലവും ഇല്ല. ആരും 100% പെർഫെക്റ്റ് അല്ല. ആർക്കും ഒരിക്കലും 100% എവിടെയും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പൊട്ടത്തെറ്റ് വേണമെങ്കിലും ഇവിടെ വിളിച്ചു പറയാം, യാതൊരു പ്രശ്നമില്ല. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരും കേട്ടോ. അപ്പൊ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തീർക്കുക. പിന്നീട് അതൊരു ഗ്രൂപ്പ് ചർച്ചയ്ക്കോ മറ്റുള്ള പേഴ്സണൽ ആയിട്ടുള്ള ചർച്ചകൾക്കോ ഒന്നും വഴിയൊരുക്കേണ്ട കാര്യമില്ല. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ്സിൽ തന്നെ വെച്ച് തീർക്കുക. ഓക്കെ, അപ്പൊ രണ്ടുപേരും ശ്രദ്ധിക്കുക കേട്ടോ. ശ്രുതി, അസീന, നിങ്ങൾ ഈ വിഷയം മറന്നു കളയാം. അല്ലെങ്കിൽ നമുക്കത് വീണ്ടും അതിങ്ങനെ എന്താ പറയാ തേറ്റി വരും എന്ന് പറയില്ല, മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഇങ്ങനെ വരും. പിന്നീട് അത് വേറെ വലിയ ഇഷ്യൂസിലേക്കും പോകും. മാം ഒരു കാര്യം മാം, ഇത് ആക്ച്വലി അസീനെ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോള് കലോത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. ആക്ച്വലി ഞാൻ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യില്ല തിരക്കാണെങ്കിൽ. അസീനെ വിളിക്കുമ്പോൾ അസീനയുടെ നമ്പർ സേവ്ഡ് അല്ല. അപ്പൊ എന്റെ മോൾ എന്ത് ചെയ്ത് അത് എടുത്ത് അറ്റൻഡ് ചെയ്ത് സ്പീക്കറിൽ ഇട്ടു. ഞാൻ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. ഇത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അസീന പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എന്റെ മോള് തൊട്ടടുത്തിരുന്ന് കേട്ടു, വീട്ടിലെ ഹസ്ബൻഡും കേട്ടു.
അപ്പൊ എന്റെ മോളുടെ മുമ്പിൽ ഞാൻ അവൾക്കൊരു മോട്ടിവേഷൻ ആണ്. ഞാൻ ഈ പ്രായത്തിൽ പഠിച്ച് അവളുടെ മുമ്പിൽ പഠിക്കണം, അവളുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെയോ ഇവിടെ മെറ്റീരിയൽസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ അവൾക്ക് അത് ഭയങ്കര അവരുടെ മുമ്പിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ കൊച്ചിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അസീന പറഞ്ഞത്, ശ്രുതി പറഞ്ഞതൊക്കെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ഇൻസൾട്ട് ആവും. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്ന എന്റെ മോളുടെ മുമ്പിൽ തന്നെയാണ് ഇത് പറഞ്ഞത്. എനിക്ക് അതാണ് മാം ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വരാൻ കാരണം അതാണ്. മോളുടെ മുമ്പിൽ ഞാൻ അവിടെ ഒന്നും ഇല്ലാണ്ടായി. പിന്നെ എന്റെ മക്കളുടെ മുമ്പിൽ ഞാൻ കരയും പോലും ഇല്ല. ബിക്കോസ് ഞാൻ അവരുടെ മുമ്പിൽ ഭയങ്കര ബോൾഡാ. എന്റെ ഹസ്ബൻഡ് ഓട്ടം പോയി കഴിഞ്ഞാൽ 5 days പാക്കേജ് ഒക്കെ പോയിട്ട് 5 days കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എന്റെ 2 മക്കളെ വെച്ചിട്ട് ഞാനാ ഒറ്റയ്ക്ക് വീട്ടിൽ നോക്കുന്നത്. സോ അവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ബോൾഡാണ് മാം. ഞാൻ അവരുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ അവർക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചു കേട്ടോണ്ടിരിക്കുക, ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആണ്. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഇതാ എനിക്ക് രജിസ്റ്റർ ആയി, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്തവരെ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മാമിന് ഞാൻ കൊണ്ടുവരാൻ കാരണം അത് തന്നെയാണ്. എന്റെ മോളുടെ മുമ്പിൽ ഞാൻ ഒന്നുമില്ലാണ്ട് ആയിപ്പോയി ആ സമയത്ത്. അതുകൊണ്ടാണ് മാം. അത്രേ ഉള്ളൂ. ഞാനും ഇത് വിട്ടു, പക്ഷെ ഇനി എന്നെ ഇങ്ങനെ ഡൗൺ ആക്കാൻ വരരുത്. അത്രേ ഉള്ളൂ മാം. താങ്ക് യു മാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഹസീന ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമില്ല മാം. ഞാൻ അന്നേ അത് പറഞ്ഞ സംഭവം വിട്ടത്. ഞാൻ ഓക്കെയാണ്. എനിക്കൊരു കുഴപ്പമില്ല. ശ്രുതിയായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലാത്തയാളാ. ഞാൻ അങ്ങനെ ഇത് വെച്ചോണ്ടിരിക്കും, പിന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളല്ല. ആ കാര്യം പറഞ്ഞു, അത് അവിടെ തീർന്നു. അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എനിക്കത് അങ്ങനെ പ്രശ്നമാക്കി വെച്ചോണ്ട് നടക്കാറില്ല. ഞാൻ ഓക്കെയാണ്. പ്രശ്നമൊന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും പരസ്പരം സംസാരിക്കുക കേട്ടോ. അന്യോന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓരോരുത്തരെ ഇത്രയും നാളായില്ലേ, എത്ര മാസമായി, കുറെ നാളായില്ലേ. ഓരോരുത്തരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് പോവാ കേട്ടോ. അത്രയുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. മാം പേജ് എത്രയാണ്? ഞാനിപ്പോ കേറിയുള്ളൂ, അതാണ്. പേജ് നമ്പർ 159. ഓക്കെ മാം. Okay, so canvassing and propagandas. ഞാൻ തന്നെ വായിക്കാം കേട്ടോ. Most of the nursery schools with a poor strength feel that they should make propagandas and canvas to get students. They do the advertisement work and employ the teaching staff to issue brochures and to go for door canvas to collect Viger എന്നാണ് കേട്ടോ. The strength of any school is not rising in multiples. It rises only in addition. So it says door canvassing is not giving strength, but sometimes it gives detrimental effect also. Sometimes the prestige of the teacher can escape or avoid these campaigns with a tricky plan that will not only make the management mistake her, but also her co-teachers do to think her a clever person. In spite of avoiding, she can keep herself one among the others. അതായത് ഇതിന്റെ ചുരുക്കം പറഞ്ഞുതരാം. ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാല് ചില സ്കൂളുകളിൽ സ്ട്രെങ്ത് കുറവായിരിക്കുള്ളൂ. നിങ്ങൾ ചില സ്കൂളുകൾ കാണാറില്ലേ, വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സ്കൂളുകൾ? കണ്ടിട്ടുണ്ട്. പൂവർ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ എന്ത് ചെയ്യാറുണ്ട്? കുട്ടികളെ അഡ്മിഷന് വേണ്ടിയിട്ട്, അതായത് കുട്ടികള് ആ സ്കൂളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോസ്റ്ററുകള്, അഡ്വർടൈസ്മെന്റ്, ബ്രൗഷറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചടിച്ചേർക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അത് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ, അഡ്മിഷന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള, അതായത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ മതിലൊക്കെ ഉണ്ടാവുമല്ലോ, പബ്ലിക് റോഡ്, മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടേക്ക് എന്ത് ചെയ്യാറുണ്ട്? പോസ്റ്ററുകൾ ഒട്ടിച്ചു വെക്കാറുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഫ്ലെക്സുകളും മറ്റുമൊക്കെ വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത്? അതായത് ആ കുട്ടികൾ, അതായത് ആ സ്കൂളിന്റെ ചില കാര്യങ്ങൾ, ചില ഗുഡ് പോയിന്റ്സ് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ വെക്കുക. ഇത് വെക്കുമ്പോൾ
അതായത് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ ഇത് കാണും. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ചിലപ്പോൾ അതിനുണ്ടാകും. ചിലപ്പോൾ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഫ്ലെക്സിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും. ഇത് കാണുന്ന മാത്രയിൽ തന്നെ അത് നല്ലതാണല്ലോ, കുഞ്ഞിനെ അവിടെ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ചേർക്കാറുണ്ട്, അതായത് ഈ സ്കൂളുകളിൽ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സ്കൂളുകള് അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ഫ്ലെക്സുകളും പോസ്റ്റേഴ്സ് ഒക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അതായത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, കോ ടീച്ചേഴ്സ്, അതായത് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീടുകൾ തോറും കയറി ഇറങ്ങും. വീടുകൾ തോറും കയറി ഇറങ്ങാറില്ലേ? ചില സ്കൂളില് ചില ടീച്ചേഴ്സ് വന്ന് പറയാറുണ്ട്, കൊട തരാം, ബാഗ് തരാം, ബുക്ക് തരാം, അല്ലെ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് തരാം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പാരന്റ്സ് എന്ത് ചെയ്യും, കൊള്ളാലോ, നമുക്ക് യാതൊരു പൈസ ചെലവോ കാര്യങ്ങളോ ഇല്ല, അങ്ങനെ വിചാരിച്ചിട്ട് ചില പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, അവിടെ ചേർക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. നമ്മളൊരു സ്കൂളിൽ ചേർപ്പോൾ പാരന്റ്സ് അതാണ് കൂടുതൽ നോക്കുന്നത്, എന്തെങ്കിലും ഗുണം ഉണ്ടാകണം, ബെനിഫിറ്റ് ഉണ്ടാകണം. ചില സ്കൂളുകളാണെങ്കിൽ ചേർക്കുന്ന സമയത്ത് +1 +2 നിർബന്ധമായിട്ടും സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ചില സ്കൂളുകളുണ്ട്. ഉണ്ടോ? നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഉണ്ട് കേട്ടോ. +1 +2 അതായത് മാർക്ക് കുറവാണെങ്കിലും കുട്ടിയെ ഇവിടെ ഇരുത്താം എന്നുള്ള രീതിയിൽ, ഇപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരുത്താം എന്നുള്ള രീതിയിലുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രൊപ്പഗൻഡാസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഓരോ കുട്ടികളെയും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സ്കൂളിൽ ചേർക്കും. ദാറ്റ് ഈസ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. Then അടുത്തത് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് is called door-to-door canvassing. To introduce the school in the first years, we may take this kind of canvassing. Thereafter, door-to-door canvassing will lose the notoriety of the school. Wall posters, notice, advertisement, and propagandas. This kind of advertisement will also be a business side. This is not giving a successful result. അപ്പൊ ആദ്യത്തെ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് ആണ്. അതായത് വീടിന്റെ പടിവാതിൽക്കൽ ചെല്ലുക എന്നുള്ളതാണ്. ഓക്കെ, വാതിലിൽ കുട്ടി വിളിക്കില്ലേ, അറിയാലോ നിങ്ങൾക്ക്. പുറത്താരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ഒന്നില്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കും, അല്ലെങ്കിൽ വാതിലിൽ മുട്ടും. അതിനെയാണ് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ വന്നിട്ട്, അതായത് 5-6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വരും സ്കൂളിലെ. അവര് വന്നിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സമയത്താണ് ടീച്ചറിന്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള സ്മൈലൊക്കെ നമ്മൾ കാണാറുള്ളത്. പഠിപ്പിക്കുന്ന സമയത്ത് അവർ ഇത്രയും ചിരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പക്ഷെ ക്യാൻവാസിങ്ങിന് വരുമ്പോ എന്ത് ചെയ്യാറുണ്ട്, അവര് നല്ല രീതിയിൽ ചിരിച്ച് നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള കാര്യമുണ്ടോ ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കാറുണ്ട്. ഞാൻ എപ്പോഴാണ് ഞാൻ 5, 6, 7 പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്, പള്ളി സ്കൂളിലാണ്. അപ്പോ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോ അവിടെ പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ്, 1-2 ടീച്ചേഴ്സ് നല്ല സ്നേഹമുള്ള, നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ടീച്ചേഴ്സാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര എപ്പോഴും മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറ്റി പിടിച്ച് കടന്നൽ കുത്തിയ പോലെ ഇരിക്കും. നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഗൗരവത്തോടെ തന്നെ ആയിരിക്കും മറുപടിയും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോ 3 വർഷം ഞാൻ അവിടെ പഠിച്ചു. ഈ 3 വർഷം പഠിച്ചപ്പോഴും ഞാൻ കാണാത്ത ഒരു കാര്യമാണ്, 7 കഴിഞ്ഞപ്പോ പിന്നെ അവിടെ ഇല്ല, ക്ലാസ്സില്ല. 8ാം ക്ലാസ്സിൽ നമ്മൾ വേറെ സ്ഥലത്ത് ചേരാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്, വെക്കേഷൻ സമയത്ത് ഈ ടീച്ചർമാരെല്ലാവരും കൂടി വരുവാണ്. അതായത് ആ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാര് മൊത്തം ഉണ്ട്. അവര് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നു. എന്റെ വീടിന്റെ അടുത്ത് വേറൊരു വീടുണ്ട്. അവിടെ 2-3 കുട്ടികളുണ്ട്, ഈ 4 മുതലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എന്റെ വീട് അതായത് ഞാൻ അവിടെ പഠിക്കുന്നതെന്ന് ടീച്ചർക്ക് അറിയാം. അതായത് അവരുടെ സ്കൂളിലാണ്. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഇവിടെ എത്ര പിള്ളേരുണ്ട്, ആരൊക്കെയാണ് ചേരാനായിട്ട് പോകുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്നെ തേടി വന്നിട്ട് അവർ ഭയങ്കര രീതിയിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നു, തലോടുന്നു, തൊടുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ, അവർ ക്യാൻവാസിങ്ങിനാ വരുന്നത്.
കാരണം നമ്മൾ പിള്ളേരെ പിടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ചുറ്റുവട്ടത്ത് കുറെ അധികം പിള്ളേരുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ചെറിയ കുട്ടികളോടൊക്കെ വലിയവര് വരെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ പോയി ക്യാൻവാസിന് പോയി. കാരണം അത്രയും സ്നേഹത്തോടെയാണ് എന്നോടൊരു പെരുമാറിയത്. പിന്നെ എങ്ങനെയാണ് ഞാൻ പോവാതിരിക്കുന്നത്? അങ്ങനെ ഞാൻ അവരുടെ കൂടെ ആ നാട് മുഴുവനും നടന്നു. അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ അവർക്ക് കിട്ടി. അത് കഴിഞ്ഞ് പോകാൻ നേരം എനിക്ക് മിഠായിയൊക്കെ മേടിച്ചു തന്നിട്ടാണ് അവര് പിന്നെ പോയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ കാണാത്തൊരു സ്നേഹമായിരുന്നു അന്ന് കണ്ടിരുന്നത്. അപ്പൊ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാല് ഇതാണ്. ഓക്കെ, അതായത് അവരുടെ പറഞ്ഞോ സജന. ഇലക്ഷന് ഇപ്പൊ എല്ലാവരും വരണ്ട്. 10 കൊല്ലം മുമ്പ് കണ്ട ഒരു ചേച്ചിനെ മിന്നാന്ന് ദിവസം കണ്ടത് മെമ്പർ ആയതിനു ശേഷം. അതെ അതെ, അവർക്ക് അത് തന്നെയാണ് ക്യാൻവാസിങ്. അതായത് നമ്മൾ ഈ സ്കൂളിന്റെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷന്റെ ഈ സമയത്ത്, അതായത് നമ്മൾക്ക് ഈ സമയത്തൊന്നും ഇല്ലാത്ത ഭയങ്കരമായിട്ടുള്ള ചിരി, സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് അല്ലെ 100% എന്താണ് ബൾബ് തെളിഞ്ഞ് 100 വോൾട്ടിന്റെ ബൾബ് ഉണ്ടല്ലോ, അത്രയും സന്തോഷമായിരിക്കും മുഖത്തുണ്ടാവുക അല്ലെ. ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കും. അതായത് നമ്മളെ എന്താ പറയാ കയ്യിലൊക്കെ പിടിച്ച് നമ്മളെ സഹായിക്കണോട്ടോ, അത് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട്, അപ്പൊ നമ്മള് ചിലപ്പോ അവരുടെ ഇതിൽ ചിലപ്പോ വീഴും, ഇവർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ മതി, കഴിഞ്ഞ 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഇവരെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാടിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ്, നമ്മുടെ ഒരു സിനിമ നടനുണ്ട്, അദ്ദേഹം ഫേസ്ബുക്കിൽ എന്തൊരു റീലിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ 5 വർഷം നടന്ന കാര്യങ്ങൾ ഈ 1 മാസം കൊണ്ട് മറക്കുന്ന ജനതയാണ് മലയാളി ജനത എന്ന് പറഞ്ഞിട്ട് ഒരു നടൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കഴിഞ്ഞ 5 വർഷം ഉള്ള കാര്യം മറന്നു, ഏത് ഈ 1 മാസത്തെ പ്രവൃത്തി കൊണ്ട്. ആ ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള, അതായത് നമ്മൾ ക്യാൻവാസിംഗിൽ വീഴുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുക എന്നുള്ളത്. നമ്മൾ റീസെന്റ് ആയിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും. അതാണ് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. സബ്ജക്ട് പറഞ്ഞപ്പോ ഞാൻ കാര്യം ആലോചിച്ചത്, കഴിഞ്ഞ ദിവസം ഇവിടെ വോട്ട് ചോദിക്കാനായിട്ട് ഇവിടെ വാർഡിൽ നിൽക്കുന്ന ഒരു ലേഡിയാ, ആള് വോട്ട് ചോദിക്കാൻ വന്നപ്പോ അപ്പൊ അമ്മയെ അന്വേഷിച്ചു. അമ്മ അകത്ത് കിടക്കായിരുന്നു. അപ്പൊ ആളകത്തൊക്കെ കയറി വന്ന് അമ്മോട് സംസാരിച്ചിട്ടൊക്കെ പോയി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു, ഇപ്പൊ നമ്മുടെ അകത്തൊക്കെ കയറി വരും, പിന്നെ ജയിച്ചെങ്ങാനും കഴിഞ്ഞ റോട്ടിൽ വെച്ച് കണ്ടപ്പോലെ അവര് നോക്കുമല്ല. അതെ അതെ, പിന്നെ തിരിഞ്ഞു നോക്കില്ല അല്ലെ, അങ്ങനെയാ. മാം ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനല്ലേ? എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് നവംബർ നവംബർ 19. അതെ അതെ, ദേശീയോദ്ഗ്രഥന ദിനം, ദേശീയോദ്ഗ്രഥല്ലേ അങ്ങനെ എന്തോ പറയില്ലേ, ഇംഗ്ലീഷ് പേര് പറഞ്ഞു ഞാൻ. അതെ അതെ, ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ന് നവംബർ 19. എന്തെങ്കിലും പറയാനുണ്ടോ ഇന്ദിരാഗാന്ധിയെ കുറിച്ച്? ഇന്ദിരാഗാന്ധിയെ പോലെ പ്രസംഗിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാരൊക്കെയാ? ഒരാളുള്ളൂ ഇന്ദിരാഗാന്ധിയെ പോലെ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ളവര്? ചിരിക്കുന്നോ? ഇഷ്ടമൊക്കെയാണ് മാം, പക്ഷെ പേടിയും ടെൻഷനാണ്. ടെൻഷനൊക്കെ മാറിക്കോളൂ കേട്ടോ. 1-2 തവണ നമ്മള് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ടെൻഷനൊക്കെ താനേ മാറിക്കോളും. ഓക്കെ, നമുക്ക് എപ്പോഴാണോ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത് അപ്പൊ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിച്ച് തകർക്കുക, അതേ പറയാനുള്ളൂ. അപ്പൊ എല്ലാരും ലാസ്റ്റ് ഒരു കയ്യടി ഉണ്ടാവും നമുക്ക്. അപ്പൊ അതിനകത്ത് നമ്മുടെ പേടിയും കാര്യങ്ങളൊക്കെ തീരും. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ കോൺഫിഡന്റ് ആവും സംസാരിക്കാനായിട്ട്. അപ്പൊ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ ഡോർ ടു ഡോർ ക്യാൻവാസിങ് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഡോർ ടു ഡോർ ക്യാൻവാസിങ് എന്ന് പറഞ്ഞാല്, അതായത് വാൾ പോസ്റ്റേഴ്സ്, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ്, പ്രൊപ്പഗണ്ടാസ്, അതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഡോർ ടു ഡോർ ക്യാൻവാസിങ് നടത്താം.
പിന്നെ ഈ ഒരു ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ടൈപ്പ് ആണ്. അതായത് ലാഭത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ സ്കൂളിന്റെ പ്രശസ്തിക്കും അവരുടെ സ്കൂളിന്റെ പ്രോഫിറ്റിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നില്ല. ഓക്കെ, എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാണ്, കുറെ അധികം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അത് ചിലപ്പോ അവിടെ സംഭവിക്കില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ആ സ്കൂൾ സക്സസ് ആവില്ല. നമ്മൾ നല്ല നിലവാരത്തിൽ ഇതിന് ഒരു നെഗറ്റീവും കൂടിയില്ലേ? ഇപ്പൊ ഈ ഡോട്ട് ഡോട്ട് ക്യാൻവാസിന് വരുമ്പോഴത്തേനും ടീച്ചേഴ്സ് പറയും ഞങ്ങൾ ബാഗ് കൊടുക്കും, അത് കൊടുക്കും, ഇങ്ങനെ കൊടുക്കും എന്ന് പറയുമ്പോൾ ചില പാരന്റ്സ് പറയും. എന്റെ വീട്ടിൽ വന്നായിരുന്നു മോളിലെ 8ാം ക്ലാസ്സിലേക്ക് ഒരു സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ബാഗും യൂണിഫോമും കൊണ്ടാണ് വന്നത്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് പറഞ്ഞത്, ഞങ്ങൾക്ക് എന്താണ് ഒരു ബാഗും യൂണിഫോമും വാങ്ങിക്കാനുള്ള കഴിവില്ലേ, ഞാൻ അതൊന്നും നോക്കിയിട്ട് എന്റെ കൊച്ചിനെ ആ സ്കൂളിലൊന്നും ചേർക്കൂല, ആ സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കണമെന്ന് നോക്കിയിട്ട് ഞാൻ ചേർക്കോളൂ എന്ന് പുള്ളി തീർത്ത് പറഞ്ഞ് ബാഗ് ഇവിടെ തന്നിട്ട് പോയി. പിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അവിടെ നമ്മൾക്ക് പറ്റില്ല, ഇത് നല്ലൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവിടെ ഉണ്ടാവണമെന്നില്ല. അതായത് പണ്ടത്തെ പാരന്റ്സ് ആയിരുന്നു കൂടുതൽ ഇതിനുള്ള കാര്യങ്ങളിലൊക്കെ വീണു പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. അവർ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് കുട്ടികളെ ചേർത്ത് എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കും. ഇപ്പൊ അങ്ങനെ കുറവാണോന്നിങ്ങനെ ടീച്ചേഴ്സ് പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ അടുത്ത് 7 വരെയുള്ള സ്കൂളായിരുന്നു. ഞങ്ങള് അവിടെ ആ പരിസരത്തുള്ള എല്ലാവരും അവിടെ പഠിച്ചോണ്ടിരുന്നത് 7 വരെ ഉള്ളൂ. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ വേറെ പുറത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സ് ഇങ്ങനെ വരും പിള്ളേരെ പിടിക്കാനായിട്ട് അവിടുന്ന്. അപ്പൊ അന്നത്തെ പാരന്റ്സിന് ഇപ്പൊ ഒരു ബാഗ് കിട്ടാ കുട കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വലിയ കാര്യമാണല്ലോ. നമുക്കതൊക്കെ ആ സ്കൂൾ ടൈമിൽ ഒരു വീട്ടിൽ 2 പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവർക്കും മേടിക്കാനൊന്നും ചിലപ്പോൾ പൈസ തരുന്നത്. അപ്പൊ ഒരു ബാഗ് കിട്ടാന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും. പിന്നെ അന്നൊക്കെ ഇത്ര വലിയ ഇംഗ്ലീഷ് മീഡിയങ്ങളോ അങ്ങനെയൊന്നും അത്ര വലുതായിട്ട് ഒരുപാടൊന്നും ഇല്ല. ഇപ്പൊ അങ്ങനെ വരവ് കുറവാണെന്നാണ്. ഇപ്പൊ ഇവിടെ ഒന്നും അങ്ങനെ വന്നു അതുകൊണ്ട് സിൻസ് പറഞ്ഞാലും നമുക്ക് ബാഗ് കൊണ്ട് തന്നാലൊന്നും നമ്മള് ചേർക്കൊന്നുമില്ല പിള്ളേരെ. അതെ, ഇപ്പൊ പാരന്റ്സ് തന്നെ അന്വേഷിച്ചിട്ടാണ് കുട്ടികളെ ചേർക്കുന്നത്. മാം, ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു സ്കൂളിൽ നിന്ന് ഇതുപോലെ തന്നെ ഫീ കുറവാന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളെ പാരന്റ്സ് അങ്ങോട്ട് മാറ്റി. അവിടെ ഫീ കുറവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ 2 വർഷം കഴിഞ്ഞ് കാണും. പക്ഷെ അവരെ വീണ്ടും ഇവിടേക്ക് തന്നെ മാറ്റി. കാരണം അവിടെ ഇപ്പൊ അവര് വല്ലാണ്ട് എന്താ പറയാ ഡിസിപ്ലിൻ ഇല്ലാണ്ട് സംസാരിക്കലും അങ്ങനെയൊക്കെ ആയപ്പോഴേ വീണ്ടും ഇങ്ങോട്ട് തന്നെ മാറ്റി ആ പാരന്റ്സ് തന്നെ. അപ്പോ അവർക്ക് ആകെ ഒരു ഇതുപോലെ പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിച്ച് വീണ്ടും ഈ സ്കൂളിലേക്ക് തന്നെ മാറ്റി. അത് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടുള്ളതാണ്. അതാ ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. എന്റെ ഞങ്ങള് എന്താണ് ഒരു സ്കൂളിൽ നിന്ന് വേറെ മാറ്റി ചേർത്തിയതാണ്. ഇവരെ ഡോർ ടു ഡോർ പോയതാണ് ഞങ്ങള് പോയതല്ല. അവര് ടീച്ചർ വന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ടീച്ചർ ജോലിന്റെ ഭാഗമായിട്ട് ജോലി ഉണ്ടാവൂല, കുട്ടികൾ കുറഞ്ഞ കാരണം. അപ്പൊ എനിക്ക് 2 കുട്ടികൾ ഒരു ആവശ്യമുണ്ട് ഞങ്ങളെ ക്ലാസ്സിലേക്ക്. അപ്പൊ നിങ്ങളെ കുട്ടീനെ ചേർത്തിയാല് മറ്റൊരു അവരെ കുട്ടീനെ ഞങ്ങൾക്ക് തരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. കാരണം അവർക്ക് അവരുടെ ജോലി നഷ്ടമാവെന്ന് പറഞ്ഞ് ഞങ്ങളെ പലതും പറഞ്ഞു. ഇതേമാതിരി കുറെ ഓഫർ ഒക്കെ വെച്ചിരുന്നു. പക്ഷെ ഞാന് എന്റെ ഉറച്ച തീരുമാനത്തിലായിരുന്നു. കാരണം അത് UP സ്കൂളായിരുന്നു, ഇത് LP ആണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി തുടർന്ന് അവളെ മാറ്റി ചേർത്തേണ്ട ഒരു ആവശ്യമില്ല അവിടെ തന്നെ ആണെങ്കിൽ. അപ്പം ഞാൻ അവിടെ തന്നെ അവളെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ വേറെ കുട്ടികളെ നോക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു വിടുന്നില്ല, കൂടി വിടുന്നില്ല. ലാസ്റ്റ് ഒരു എന്നോട് വന്ന് പറഞ്ഞത് എന്താണ്, ഒന്നും നിങ്ങൾ അറിയണ്ട, അവിടുന്ന് TC ഞങ്ങൾ വാങ്ങിക്കോളാം, ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ ആക്കിക്കോളാം, നിങ്ങളൊന്നും അറിയണ്ട, ഞങ്ങൾക്ക് കുട്ടീനെ മാത്രം നിങ്ങൾ തന്നാൽ മതി, വേറെ ഒന്നും കാരണം കുട്ടീനെ ഞങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ നല്ല എന്താണ് മാർക്കോട് കൂടി നിങ്ങളെ കുട്ടീനെ ഞങ്ങൾ 4 വരെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. ലാസ്റ്റ് അവിടുത്തെ സാറെ വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ സാർമാരെ മുന്നിൽ പോയിട്ട് TC വാങ്ങിയിട്ട് 1ാം ക്ലാസ്സിൽ അവിടെ പഠിച്ച് 2ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ TC വാങ്ങിക്കൊണ്ടിരാന്ന് എനിക്ക് കഴിയണ കാര്യമല്ല, ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞു. ചെയ്യാൻ പോവാട്ടോ, ഡോർമ കൊട്ടുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ നസീറ. ഓക്കെ, താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. ശ്രുതി നന്നായിട്ടിരിക്കും കേട്ടോ. ഓക്കെ.